മലയാളി ഫ്രം ഇന്ത്യ സ്റ്റാറിംഗ് നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ, അനശ്വര രാജ്. ഈ സിനിമ കാണാനുള്ള ഒരു വൗ ഫാക്ടർ ഇതിന്റെ ഡയറക്ടറുടെ പേര് തന്നെയായിരുന്നു. കട്ട വെയിറ്റിംഗ് ആയിരുന്നു. ഫൈനലി ദ മൂവീസ് ഹിയർ. തുടങ്ങുന്ന സമയത്ത് പാകിസ്ഥാൻ റീജിയനാണ് സിനിമ കാണിക്കുന്നത്. പിന്നീടാണ് കേരളത്തിലോട്ട് പോകുന്നത്. കേരളത്തിലോട്ട് പോകുമ്പോൾ ഇവരുടെ കോംബോ, നിവിൻ ധ്യാൻ കോംബോ അത്യാവശ്യം കൊള്ളായിരുന്നു. കോമഡി തഗ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. അത്യാവശ്യം പൊളിറ്റിക്സും പറയുന്നുണ്ട്. നിങ്ങൾ കോമഡി പടം കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ ഈ പടം കാണരുത്. കാരണം ഇതിന്റെ ഡയറക്ടർ അത്യാവശ്യം പൊളിറ്റിക്സ് എല്ലാ സിനിമയിലും പറയുന്നതാണ്. അപ്പൊ നമുക്ക് ചെറിയൊരു ഭീകരതയൊക്കെ തോന്നും. ഒരു സെർട്ടൈൻ പോർഷൻ എത്തിക്കഴിയുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഒക്കെ ജനറേറ്റ് ചെയ്യും. എവിടേക്കാണ് ഈ പടം പോകുന്നതെന്ന് ഒരു പിടുത്തം ഫസ്റ്റ് ഹാഫ് തരില്ല. സെക്കൻഡ് ഹാഫ് റബ്ബർ ബാൻഡ് പോലെ ഇങ്ങനെ വലിച്ചു നീട്ടിയിരിക്കുകയാണ്. നമുക്കൊരു ഇമോഷണൽ കണക്ഷനോ കോമഡിയോ ഒന്നും വർക്ക്ഔട്ട് ആയിട്ടില്ല. കോമഡിക്കൊക്കെ വേണമെങ്കിൽ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ചിരി ഇട്ട് കൊടുക്കാന്നേ തോന്നുള്ളൂ. ഇവർ കരയുന്ന സമയത്ത് ആ ഒരു ഇമോഷണൽ കണക്ഷൻസ് ഓഡിയൻസ് ആയിട്ട് അധികം കിട്ടിയില്ല. എനിക്ക് കിട്ടിയില്ല പേഴ്സണലി. അതേപോലെ തന്നെ പാകിസ്ഥാനി ആയിട്ട് ഒരാൾ അഭിനയിച്ചിട്ട് ആൾ അടിപൊളി അഭിനയിച്ചു. സെക്കൻഡ് ഹാഫ് നിവിൻ പോളി വലിയ പെർഫോമൻസ് ഒന്നും തോന്നിയില്ല. നിവിൻ പോളി ഫസ്റ്റ് ഹാഫിൽ ദാ വന്നു, സെക്കൻഡ് ഹാഫിൽ ദേ പോയി എന്നുള്ള വീണ്ടും പഴയ